എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങനെ ഉത്രാടം എത്തി. ഉത്രാടം രാവിലെ എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അരിയിടലും ചായ വെക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റൂവും അപ്പം ഉണ്ട്, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് ഇവർക്ക് ആർക്ക് പോകണ്ട, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ അടുക്കളയിലോട്ട് വന്നേക്കാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ട്. അപ്പോൾ പൂ ഇടണം. അപ്പോൾ കുറച്ച് പൂവൊക്കെ എൻ്റെ വീട്ടിൽ പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്നും പുറത്തുള്ള പൂവൊന്നും മേടിക്കാറില്ല, ഇവിടെയുള്ള പൂവൊക്കെ തന്നെയാണ് പെറുക്കിയിടുന്നത്. ഇന്ന് ഏതായാലും മേടിച്ച് കുറച്ച് പൂ, അപ്പോൾ അതും കൂടി കൂട്ടി ഇച്ചുകൂട്ടിനും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പൂക്കളം 5 കൂട്ടുണ്ട്, ചെറുതാണെന്നാലും നല്ല പൂക്കളമുണ്ട് 5 കൂട്ടേക്കണത്. അങ്ങനെ പൂക്കളമൊക്കെ ഇട്ട് അതിന് തേങ്ങയൊക്കെ വറുത്തൊക്കെ അരച്ചെടുക്കണം. ചെറിയ കറികളൊക്കെ വെക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ നേരത്തെ വെക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അഞ്ജുവിൻ്റെ ഒരു റെസിപ്പി ഉണ്ടോ, മലബാറുകാരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണുണ്ട്. കാണാമെന്ന് ഉണ്ടാക്കി നോക്കിയാൽ എവിടെ നിന്നോ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഉണ്ടാക്കണുണ്ട്, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കൊരു പായസം പോലെ ഉണ്ട്. ഏത്തപ്പഴമൊക്കെ ഇട്ട് നമ്മുടെ പപ്പടമൊക്കെ ഇട്ട് പൊടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞ് അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച നേരത്തെ അതുമൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചിട്ട്. പിന്നെയുള്ള ജോലികളൊക്കെ ഉണ്ട്, വലിയ ജോലിയാണ്. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, നാരങ്ങ അച്ചാറൊക്കെ ഇടണം. അപ്പോൾ അച്ചാറിനുള്ള പരിപാടി ഭയങ്കര പണിയാണ്. കയ്പ്പച്ചാറാണ് നമ്മുടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഈന്തപ്പഴം കൂടി കൂട്ടിയിടാമെന്ന് പറഞ്ഞ് ഞാൻ ഈന്തപ്പഴം കൂടി കൂട്ടിയാണ് അച്ചാറിട്ടത്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തൊക്കെ എരിശ്ശേരി സാമ്പാറും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വെള്ളപ്പായസം, ഇച്ചിക്കുട്ടിന് ഇഷ്ടമുള്ളൊരു പായസം ഉണ്ടാ, പാൽപ്പായസം. അപ്പോൾ അതും ഉണ്ടാക്കി. അപ്പോൾ പരിപ്പ് പായസമാണ് ഇവിടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അത് നാളെ ഉണ്ടാക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കത്തെ ചെറുകറികൾ ഉണ്ടാക്കി വെക്കണം. ഇതൊക്കെ നാളെ എടുക്കുള്ളൂ കേട്ടോ. നാളെ രാവിലെ ഉച്ചക്ക് ഇലയിൽ വിളമ്പാൻ വേണ്ടി. അപ്പോൾ അതും അങ്ങ് റെഡിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഉച്ചക്ക് ഊണ് കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഉത്രാടമായിട്ട് ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയേക്കണം എല്ലാ വർഷവും. പിള്ളേരോണമെന്നല്ല പറയണമെന്ന്, അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും അന്നും സദ്യ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് ഇതുപോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. എരിശ്ശേരി സാമ്പാറും പപ്പടവും പായസമൊക്കെ കൂട്ടിയാണ് ഞങ്ങളിന്ന് ഉച്ചക്ക് ഉണ്ണാൻ പോണത്. അങ്ങനെ എല്ലാവരും കൂടി ഉണ്ണാനൊക്കെ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കാൻ പോണെയാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം. അഞ്ജുവിന് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും ഇട്ടല്ല, അവർക്ക് കടയിൽ പോകണം, അതേപോലെ ഞങ്ങൾക്കും പോകണം കേട്ടോ. അപ്പോൾ അവരാദ്യം പോയി വന്നു കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ 2 പേരും കൂടി പോയി. അപ്പോൾ അവരും ഉണ്ടായിട്ടാണ് കൂടെ. അങ്ങനെ ഇന്നപ്പോഴേ എൻ്റെ കൂട്ടുകാരിയുടെ മോന്താ അവരുടെ ഡോഗിനെയും കൊണ്ട് നിൽക്കണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അവനെ വീഡിയോ എടുക്കേണ്ടത് നമ്മുടെ അവൻ തല മറച്ച് പിടിക്കണേ കാണുന്നത്. പിന്നെ ഞങ്ങളവിടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിട്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട്. തൃപ്പൂണിത്തുറയിലുണ്ട് ഈ പരിപാടി, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അതൊക്കെ കണ്ടൊക്കെ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞിറങ്ങി. പിന്നെ എല്ലാവർക്കും മുല്ലപ്പൂവൊക്കെ മേടിക്കണമായിരുന്നു നാളെ ചൂടാൻ വേണ്ടി. അപ്പോൾ അതിന് മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ 4 പേരും കൂടിയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ മേടിച്ച് ഇങ്ങനെ എപ്പോഴും വഴിയിലൊക്കെ നല്ല തിരക്കായിരിക്കുന്നു. അങ്ങനെ വീടെത്തി. ഇനി വീട്ടിൽ വന്നിട്ട് വേണം അവിടെ ഇനി വിളക്കൊക്കെ വെക്കണം. ഇനി വിളക്ക് വെക്കണം. പിന്നെ അടുത്ത പരിപാടി ഇനി പാവക്ക പച്ചടി, പിന്നെ കാളൻ കറി ഒക്കെ വെക്കണം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് വേണം ഇന്ന് ഉറങ്ങാൻ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ എല്ലാവരും